ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടൊരു ഡയലോഗാണല്ലേ. അങ്ങനെ നമുക്ക് തോന്നിയൊരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് പോകാനായിട്ട് നമ്മൾ ഫസ്റ്റ് PCCക്ക് അപ്ലൈ ചെയ്തു, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. PCC കിട്ടിയ ഉടനെ നമ്മൾ പെർമിറ്റിനും അപ്ലൈ ചെയ്തു. ട്രാവൽ ഏജൻസി വഴിയാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സും ബുക്ക് ചെയ്തു. ഇൻഡിഗോ ഫ്ലൈറ്റിലായിരുന്നു നമ്മൾ ബാംഗ്ലൂർ ടു കൊച്ചി, ദെൻ കൊച്ചി ടു അഗട്ടി ബുക്ക് ചെയ്തിരുന്നത്. PCC നമ്മൾ പോലീസ് പോൽ ആപ്പ് വഴിയാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 1 വീക്കിനകത്ത് നമുക്ക് PCC കിട്ടി. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ ഇതിലും ബ്യൂട്ടിഫുള്ളാണ്. ഓൾമോസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഇതിൻ്റെ ഇനീഷ്യൽ പാർട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ വുഡ് സേ വൺ ഓഫ് ദി മസ്റ്റ് വാച്ച് വ്യൂ. ഓക്കെ, സോ ലക്ഷദ്വീപിൽ നമ്മൾ ഡേ 1 പ്ലാൻ സൈറ്റ് സീയിങ് ആയിരുന്നു കേട്ടോ. അതിൽ ബീച്ചസ്, ബോട്ട് ജെട്ടി, പിന്നെ മ്യൂസിയം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ഏജൻസി വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ പേര് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. നമ്മൾ ഹോം സ്റ്റേ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ ഹാവ് അതർ ഓപ്ഷൻസ് ആസ് വെൽ. അവിടെ എത്തി ഫ്രഷായി പിന്നെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. ദിസ് വാസ് ദ ഫസ്റ്റ് ബീച്ച്, വൈറ്റ് സാൻഡ് ബീച്ച്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വാട്ടർ വാസ് വെരി ക്ലിയർ ആൻഡ് ബീച്ചസ് വെയർ വെരി ക്ലീൻ. അവിടെ എത്തി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മ്യൂസിയത്തിലോട്ട് പോയി ആൻഡ് ബോട്ട് ജെട്ടിയിലോട്ട് പോയി. അവിടുത്തെ ഒരു സീനാണ് കേട്ടോ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അന്താം ബീച്ചിലോട്ടായിരുന്നു. ഇവിടെ തന്നെ നല്ല ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ചായയും ലക്ഷദ്വീപ് സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്തു. അഗത്തിയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു ഇത്. പിന്നെ റൂമിലെത്തുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെഡി ആയിരുന്നു. ഡേ 2 പ്ലാനിൽ സ്നോർക്ലിംഗ്, സ്കൂബ, ഗ്ലാസ് ബോട്ടിൽ കൽപ്പറ്റി ഐലൻഡിലോട്ടുള്ളൊരു ട്രാവലാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ കണ്ട അന്താം ബീച്ചില്ലേ, അതിൻ്റെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. സ്നോർക്ലിംഗ് ചെയ്തു. സ്നോർക്ലിംഗ് ഞാൻ സെക്കൻഡ് സ്നോർക്ലിങ്ങിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്നോർക്ലിംഗ് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് സ്കൂബയ്ക്ക് വേണ്ടി നമ്മൾ മിഡ്സിയിലോട്ട് ട്രാവൽ ചെയ്തത് ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ. സ്കൂബ ഗിയറൊക്കെ ഇട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. സ്വിമ്മിങ് പോലും അറിയാത്ത എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ജിന്ദഗി നാ മിലേഗി ദുബാര മൂവി കണ്ടപ്പോൾ തൊട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ലൈഫിൽ എപ്പോഴെങ്കിലും സ്കൂബ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഡൗൺ ദെയർ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് വേൾഡ്, പീസ്ഫുൾ, സൈലൻറ്റ്. കോറൽസിൽ സൺലൈറ്റ് അടിക്കുമ്പോഴുള്ള ആ ഗ്ലോവും ഡിഫറെൻറ്റ് ഫിഷസും. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് എനിക്ക് അണ്ടർ വാട്ടർ കിട്ടിയിട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് സാൻഡ് ടച്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അത്രയും ഡെപ്തിലായിരുന്നു നമ്മൾ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂബ ഡൈവിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സ്കൂബ. ഡിഫറെൻറ്റ് പാറ്റേൺസിലും ഷേപ്സിലും കളേഴ്സിലുള്ള കോറൽസും ഫിഷസും. സ്കൂബ വാസൻ ജസ്റ്റ് എൻ അഡ്വെഞ്ചർ, ഇറ്റ് വാസ് എ മെമ്മറി. എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ടു ദ ഇൻസ്ട്രക്ടേഴ്സ്. നമ്മൾ അണ്ടർ വാട്ടറിൽ നിന്ന് എടുത്തൊരു പിക്ചറും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ളത് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി. ദിസ് വാസ് ഹാൻഡ് മെയ്ഡ്. ഉച്ചയ്ക്ക് നല്ല ഹോംലി ആയിട്ടുള്ള ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ കൽപ്പറ്റി ഐലൻഡിലോട്ട് ഗ്ലാസ് ബോട്ടിൽ പോകുമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, വാട്ടർ വാസ് വെരി ക്ലിയർ ആൻഡ് നമുക്ക് ആമേനെ കാണാൻ പറ്റി കേട്ടോ. നമ്മൾ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഇത് ഓൾമോസ്റ്റ് 101 ഇയർ ഓൾഡ് ആമയായിരുന്നു. ഓ, ഞാൻ നമ്മുടെ ഗൈഡ് അർസുവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ അർസുവിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാമേ. ഹീ വാസ് റിയലി ഗ്രേറ്റ്, എ ഹെൽപ്ഫുൾ, ഇന്നസെൻറ്റ് സോൾ. ഈ ഫോട്ടോ എടുത്തുന്നത് അർസുവാണ് കേട്ടോ. ഓക്കെ, സോ ലക്ഷദ്വീപ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാമേ. നമ്മളുടെ 2 പേരുടെയും സിമ്മ് ചെയ്യുമായിരുന്നു. നമുക്ക് അവിടെ ഒട്ടും സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു BSNL സിമ്മ് കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പോയത് അന്താൻ ബീച്ചിലോട്ട് തന്നെയായിരുന്നു ചായ കുടിക്കാൻ. പിന്നെ ഡിന്നറിന് നമുക്ക് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് യമ്മി. നമ്മുടെ ഡേ 3 പ്ലാനിൽ സ്നോക്ലിംഗ് ആൻഡ് കയാക്കിംഗ് ആയിരുന്നു കേട്ടോ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നത്. സ്നോക്ലിങ്ങിന് വേണ്ടി നമ്മൾ 10 പേരായിരുന്നു കേട്ടോ ബോട്ടിൽ മിഡ്സിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് വിത്ത് 2 ഗൈഡ്സ്. കണ്ടില്ലേ, വാട്ടർ ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഡെപ്ത് ഇല്ലാത്ത പോലെ തോന്നുന്നത്. പക്ഷെ നമ്മൾ മിഡ്സിയിലാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 10 പേര്, ഇതിൽ കുറച്ച് പേര് ഓൾറെഡി സ്നോക്ലിങ് ചെയ്യാൻ വേണ്ടി ഗൈഡിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സ്നോക്ലിങ് ചെയ്തപ്പോൾ ഹാഫ് ദ വേയിൽ തിരിച്ച് വന്നൊരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രീത്ത് കിട്ടുന്നില്ലേ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഗൈഡ് അർസു ടേക്ക് ബ്രീത്ത് അങ്ങനെ കാമാക്കി. പിന്നെ അണ്ടർ വാട്ടർ വേൾഡ് കണ്ടതിന് ശേഷം എനിക്ക് ആ പേടി എങ്ങോട്ടോ പോയി. പിന്നെ എനിക്ക് തിരിച്ച് വെള്ളത്തിൽ നിന്ന് കയറാനായിരുന്നു ബുദ്ധിമുട്ട്. നമ്മളപ്പോൾ ക്യാപ്ചർ ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അണ്ടർ വാട്ടറിന് എടുത്തതായിരുന്നു. പിന്നെ ഇത് ആ ഡെഡ് കോറലിൻ്റെ മേലിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു.
അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടി റെൻ്റൽ സ്കൂട്ടർ എടുത്ത് പോവുമായിരുന്നു. ഈ ഒരു സീൻ കാണുമ്പോൾ അനാർക്കലി മൂവിയിലെ ഒരു ലൊക്കേഷൻ പോലെ തോന്നിയത് കൊണ്ടാട്ടോ ഞാനത് ആഡ് ചെയ്ത വീഡിയോയിൽ. ആൻഡ് ഇത് വേറൊരു ബീച്ചാണ്, പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സോ ഐ വുഡ് നോട്ട് സേ ഇറ്റ്. ഇറ്റ് വാസ് വെരി പീസ്ഫുൾ ആൻഡ് കാം പ്ലേസ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇളനീരും സ്നാക്സൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് 5:30 6 o'clock സൺസെറ്റിൻ്റെ ഓൾമോസ്റ്റ് ടൈമിലായിരുന്നു കയാക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എഗെയിൻ കയാക്കിംഗ് വാസ് ഫൺ. പക്ഷേ കയാക്കിംഗ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഒരു പുതുമ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു നമ്മൾ സഡനായിട്ട് നൈറ്റ് ഫിഷിങ്ങിൻ്റെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 പേരും പിന്നെ ഒരു മലയാളി കപ്പിൾ ഫാമിലി ആയിരുന്നു. സോ അതിൻ്റെ വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അന്ന് കിട്ടിയ ഫിഷ് തന്നെയായിരുന്നു നമ്മൾ ഗ്രില്ല് ചെയ്ത് ഡിന്നറിന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഗൈഡ് അർസുവിൻ്റെയും നമ്മളുടെ മലയാളി ഫ്രണ്ട്സിൻ്റെയും ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇറ്റ് വാസ് ടൈം ടു ഫ്ലൈ ബാക്ക്. ലക്ഷദ്വീപ് വിൽ ഓൾവേസ് ഹോൾഡ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ ആർ ഹാർട്ട്. ലക്ഷദ്വീപിൻ്റെ സീനിക് ബ്യൂട്ടിയും ബ്രെത്ത് ടേക്കിംഗ് വ്യൂസും മാത്രമായിരുന്നില്ല കേട്ടോ, അവിടുത്തെ നിഷ്കളങ്കമായ ആൾക്കാരും വേറെ സംതിങ് different, were impressive. So with lots of memories, we flew back from Agatti to Kochi, then Kochi to Bangalore. Thank you for watching our Kutti Lakshadweep vlog.